hope you all are doing good and great. Welcome back to my YouTube channel. എൻ്റെ റൂമും അതിൻ്റെ ഫർണിഷിംഗ് ഒക്കെ അടിമുടി ഒന്ന് മാറ്റിയിരിക്കുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ആണ്. അപ്പം എൻ്റെ പുതിയ റൂമിൻ്റെ പുതിയ റൂം ടൂറാണ്. മാഷാ അല്ലാഹ്, എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സ്വപ്നത്തിലെ ഒരു റൂം പോലെയാണ് എനിക്ക് ഇപ്പോൾ ഈ റൂം ആക്കിയത്. സോ അതുകൊണ്ട് എനിക്ക് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ പണികൾ തീർത്തത്. എനിക്ക് തോന്നുന്നു 3-4 ആഴ്ചയോളം കൊണ്ടാണ് ഈ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. തലേന്ന് പരിപാടിൻ്റെത് വരെ ഇതിൻ്റെ അകത്ത് പണികളായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഓരോ കോർണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എന്താ പറയുക, ഓരോന്നായിട്ട് റൂം കാണിച്ചു തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ എങ്ങനെയാണ് ഒരു റൂം ടൂർ എടുക്കേണ്ടതെന്നുള്ളത്. അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടാവും. പിന്നെ ഈ സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ, സാധനം എത്തിയിട്ടില്ല. ഈ തീമൊക്കെയുള്ളത് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് തിരക്ക് പിടിച്ചതായതുകൊണ്ട് എത്താൻ കുറച്ച് ലേറ്റ് ആയിക്കണം. ഇതാണ് നമ്മളെ റൂം. മൊത്തം ഒരു വൈറ്റ് ക്രീം തീമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു സത്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഡ്രീം റൂമായിരുന്നു ഇത്. ഇങ്ങനത്തെ ഒരു റൂം എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷേ ഹിയർ വി ആർ. ഇതിൽ കാണുന്നതൊക്കെയാണ് നമ്മളെ ഫുൾ ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് ഞാനൊക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ റൂമിലുള്ളത്. എൻ്റെ റൂം അത്ര വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമല്ല. അപ്പോൾ ഉള്ളതിൽ നമ്മൾ പറ്റുന്ന പോലെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ കട്ടിൽ. ഒരു ഫുൾ വൈറ്റിലാണ്, മരം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. 4 സൈഡിൽ ഇതിനെന്തോന്ന് പറയും, നമുക്കിപ്പോൾ 4 കെട്ട് എന്ന് പറയാം. ശരിക്കും ഇതിനെന്തോ കനോപ്പി ബെഡ് മലയാളത്തിൽ എന്തോ ഒരു പേരുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ ഈ കനോപ്പി ബെഡാണ് ചെയ്തത്. അപ്പം മേലേക്ക് 4 കോലുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ കോലിമേൽ ശരിക്കും നെറ്റാണ് ഇടൽ. പക്ഷേ നെറ്റ് എന്താ പറയുക, എനിക്ക് കിട്ടിയില്ല. നമ്മളെ നാട്ടിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ നെറ്റുകളൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല. അങ്ങനെ തപ്പി തീരെ കിട്ടണില്ല എന്ന് ഉറപ്പായപ്പം ഈ കർട്ടൻ ചെയ്യുന്ന ഒരിടത്തൊന്നും നെറ്റില്ല കേട്ടോ. അങ്ങനെ തപ്പിയിട്ടാണ് നമ്മളിൽ അവസാനം ഈ ലിനന് ചെയ്ത് നോക്കാം. ഐ തിങ്ക് കമ്പാരിറ്റീവ്ലി ലിനനിൽ ഇങ്ങനെ ഇതിനെന്താ പറയുക, ഈ സാധനം ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഈ സാധനം ഇങ്ങനെ ചെയ്ത് കാണുന്നത് വരെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഐ വാസ് ലൈക്ക് രസം ഉണ്ടാവില്ല, ആ ലേസ് നെറ്റേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഇത് ചെയ്ത് വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച ടൈപ്പ് ലേസ് നെറ്റ് നമ്മളെ നാട്ടിൽ കിട്ടാനില്ല. അപ്പോൾ പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കുറേ തപ്പിയിട്ട് തൽക്കാലത്തിന് ഇത് വെച്ചിട്ട് ബാക്കി മറ്റേ തപ്പിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന്. അപ്പം അങ്ങനെയൊക്കെ ആണ് ഈ ബെഡിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും മേലെ, അതായത് റൂമിൻ്റെ ഒരു ഒത്ത നടുക്കാണ് ആയിരിക്കും, സെൻറ്ററിൽ നമ്മളൊരു ഷാൻഡ്ലിയർ ലൈറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് നല്ല ഇഷ്ടമായിട്ടോ. ഈ ഒരു ടൈപ്പ് ലൈറ്റ് ഞാൻ കുറേ ഒരു 4-5 ഷോപ്പിൽ നമ്മൾ തപ്പിയിട്ട് 5ാമത്തെ ഷോപ്പിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ ഏതോ ഒരു ഷോപ്പിൽ പോണ വഴിക്ക് ഇതിൻ്റെ വേറെ ടൈപ്പ് കണ്ടെങ്കിലും ഞാൻ പിന്നെ ആ ഷോപ്പിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ തപ്പിയാണ് പിന്നെ എനിക്ക് മനസ്സിനൊത്തൊരു സാധനം പിന്നെയും കിട്ടിയത്. ആൻഡ് ദിസ് വാസ് നൈസ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ബെഡ്മിലൊക്കെ കിടന്നിട്ട് ഈ ലൈറ്റ് മാത്രം കിടുമ്പം നല്ല രസം, നല്ല ഒരു എന്താ പറയുക, ഒരു ഷെയ്ഡ് ലൈറ്റാണിത്. പക്ഷെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അതൊക്കെയാണ് നമ്മളെ ബെഡിൻ്റെ വരുന്നത്. പിന്നെ ഞാൻ ബെഡ്മിൽ വിരിച്ചിട്ടുള്ള സെറ്റ് ഗ്രാൻഡ് ഹോമിൽ നിന്നാണ് ഉമ്മച്ചി മേടിച്ചത്. പിന്നെ അതിൻ്റെ താഴെയുള്ള കംഫേർട്ട് ദർശനയെന്നാണ് കേട്ടോ. അപ്പം സെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ബെഡിൻ്റെ ഒരു സൈഡ് മൊത്തം ഫുൾ കട്ടൻസ് നല്ല നീളത്തിൽ അങ്ങോട്ട് കൊടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ ആ റൂമിൻ്റെ ഒരു ഭംഗി ഒന്നും കൂടെ ഉണ്ടാവുന്നില്ല, നല്ല ഭംഗിയുണ്ട് അങ്ങനെ കൊടുത്തപ്പം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം, ഐ തിങ്ക് ഈ ക്ലോസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പ്രീമിയം ആയിട്ടുള്ള ഈ ഒരു കേർട്ടനും അതിൻ്റെ അകത്ത് ഈ ഒരു സാധനം, ഈ ഒരു വൈറ്റ് ഇതും ഒരു ലിനൻ്റെ നെറ്റ് എന്തോ ഒരു സാധനം, എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. ആ ഒരു സാധനമാണ് നമ്മൾ കൊടുത്തത്. സംഭവം ദ ഹോൾ ഇങ്ങക്കിൻ്റെ പഴയ റൂം പറഞ്ഞവർക്ക് അറിയാം, ഇവിടെ അതിനുമാത്രം വലിയ വിൻഡോ ഇല്ല 2 സൈഡിൽ. പക്ഷെ ഇല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അങ്ങേ തല വരെ ഫുൾ കേർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ. ഒരു സൈഡിൽ ഈ വിൻഡോ ക്ലോസ് ആയി കിടന്നാലും കുഴപ്പമില്ല, ബിക്കോസ് നാച്ചുറൽ ലൈറ്റ് ഈ വിൻഡോ കൂടെ വരില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓപ്പൺ ആക്കിയിടാം, അത്രയേ ഉള്ളൂ. കാരണം അത് നേരെ ടെറസൊക്കെയാണ് വ്യൂ പോണത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡ് ഫുള്ള് വെച്ചിട്ട് കവർ ചെയ്തത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇത് ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക മൂവ് ചെയ്യാൻ പറ്റും. നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സാധനം അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് ഈ കേർട്ടൻ്റെ ക്വാളിറ്റി നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും, തൊട്ടുനോക്കുമ്പം അതിലേറെ മനസ്സിലാവും. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ ഒരു ചെറിയ കേർട്ടൻ, ഈ കേർട്ടൻ വരുന്ന വിൻഡോ ആണ് എനിക്ക് മെയിൻലി നാച്ചുറൽ ലൈറ്റിൻ്റെ റിസോഴ്സ് ആയിട്ടുള്ളത് എൻ്റെ റൂമിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെളിച്ചം വരുന്നെങ്കിൽ ഈ സാധനമല്ലേ തുറക്കാൻ പറ്റുള്ളൂ. പക്ഷെ കുറച്ച് പേര് ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്ന കാര്യം കുറച്ച് നമുക്ക്
സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ആവശ്യമായിരുന്നു ഒരു ജനാലെങ്കിൽ നമുക്ക് വെളിച്ചം കിട്ടുന്നത് വേണമെന്നുള്ളത്. ആൻഡ് ഇതാണ് നമ്മൾ സൈഡ് ടേബിളിൽ ബെഡിൻ്റെ. ഇത് നമ്മൾ ആക്ച്വലി 2 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ റൂമിൻ്റെ കട്ടിൽ കുറച്ച് വലുപ്പം, ഞാൻ ക്വീന് പറഞ്ഞെങ്കിലും കിങ്ങിലാണ് ഭംഗി ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കിങ്ങിൽ ചെയ്തു. അപ്പോൾ കുറച്ച് സ്പേസിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ടേബിളാക്കി. അതിക്ക് 2 ഡ്രോവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ കട്ടിലും സൈഡ് ടേബിളും കർട്ടനെ പറ്റിയൊക്കെ പറയുമ്പം. ഇത് പിന്നെ ഇങ്ങനെ രണ്ട് ക്ലോത്തുകൾ, 2 ലിൻ്റെ ക്ലോത്തുകൾ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടൊരു സാധനം അങ്ങനെയാണ്. പിന്നെ അയച്ചിട്ടാലും നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഞാൻ അയച്ചിട്ടിട്ടില്ല. അയച്ചിട്ടാൽ പിന്നെ എനിക്ക് കെട്ടണ്ടേ. ഞാൻ ആകെ ഒരു പ്രാവശ്യം ഈ സാധനം അയച്ചിട്ടിട്ടുള്ളൂ. എൻ്റെ റൂമിൽ എനിക്ക് ഇത്രയെങ്കിലും സ്പേസ് ഉണ്ടാക്കി തന്നത് നമ്മളെ വാർഡ്രോബും അങ്ങനത്തെ ഡ്രസ്സിങ് റൂമും ഒക്കെ വേറെ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അലമാരം കൂടി റൂമിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല കൺജസ്റ്റഡ് ആയിരുന്നേ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഡൈനിങ് ഹാളത്തെ കുറച്ച് സ്പേസ് എൻ്റെ റൂമിലേക്ക് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്പേസിലാണ് നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ല വൃത്തിക്ക് ഒരു ഡ്രസ്സിങ് റൂം സെറ്റപ്പ് പോലെ ഉണ്ടാക്കി വെച്ചത്. അവർക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അലമാരകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാർഡ്രോബ്സ്. ഞാൻ പറഞ്ഞിട്ടുള്ള മെയിൻ കണ്ടീഷൻ ആയിരുന്നു എന്താണെങ്കിലും നല്ല സ്പേസ് വേണം. എനിക്ക് കുറേ സാധനങ്ങൾ അതും ഇതൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ വെക്കാൻ പറ്റണം എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്നത്. അതിലൊരു 6 ഡ്രോവറല്ലേ വരുന്നത്, 6ആണോ 8ആണോ എന്ന് എനിക്കറിയില്ല. ഡ്രോവേഴ്സാണ്. അതിൽ ഫസ്റ്റത്തേൽ ഞാൻ എൻ്റെ ആക്സസറീസ് വെക്കാനുള്ള ഒരു ഓർഗനൈസർ വാങ്ങിയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. 2ാമത്തിൽ എൻ്റെ ഇന്നർവിയേഴ്സ് വെച്ചു. 3ാമത്തിൽ അങ്ങനെ ഓരോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഫുള്ളിൻ്റെ താഴെ നിന്നുള്ള ആ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് മേലേക്ക് കയറ്റി കഴിഞ്ഞിട്ടില്ല. കുറച്ച് ഞാൻ വെക്കുന്നുള്ളൂ. എന്നാൽ തന്നെ റൂം ഭയങ്കര മെസ്സായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ദിവസത്തെ ക്ലീനിങ് ആണ് എൻ്റെ മൊത്തം ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു സൈഡിലെ വാർഡ്രോബിൽ മൊത്തം ഞാൻ ഇങ്ങനത്തെ ബാഗ്സ് കാര്യങ്ങളൊക്കെ, ഈ ക്ലച്ചൊക്കെ എനിക്ക് നിക്കായി കിട്ടിയതാണ്. ഇനിയുണ്ട് തോന്നുന്നുണ്ട് ക്ലച്ച് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഈ ഒരു സൈഡിൽ ഈ വളമൊക്കെ വെച്ച ഓർഗനൈസറും ഞാൻ മേടിച്ചതാണ്, ആ താഴത്തതും. അപ്പം ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഞാൻ ഈ സൈഡിലും മറ്റേ സൈഡിലും ഫുള്ള് ഞാൻ ഡ്രസ്സുകളും വെക്കാനാണ് ഇപ്പോൾ എൻ്റെ കറൻറ്റ് പ്ലാൻ. ഇതിലൊക്കെ സാധനങ്ങൾ വെക്കാണ്ട് കേട്ടോ. ഏറ്റവും മേലെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കുറേ വേറെ ഹാമ്പേഴ്സും ബോക്സസൊക്കെ വെച്ചിട്ട് ഇപ്പം തന്നെ അത് ഫുൾ അയക്കണം. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സ് വെക്കാനുള്ളൊരു സ്പേസ്. ആ 2ാമത്തില്ല, ഞാൻ തുറന്നതല്ലാത്ത അപ്പുറത്തുള്ളതിൽ ഉള്ളിക്കും നല്ലോണം സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിക്കും നല്ലോണം സാധനം വെക്കാം. ഇത് പിന്നെ ഹാങ്ങേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനം. പിന്നെ താഴെയും അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിൻ്റെ നിക്കാഹിൻ്റെ ലെഹങ്ക വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു വലിയ കവറാണ്. അപ്പം ഇതാണ് നമ്മളെ ഡ്രസ്സിങ് റൂം. ഇനി നമ്മുടെ ബാത്റൂം കാണിച്ചു തരാം. ആദ്യം എൻ്റെ റൂമിൽ ബാത്റൂം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡൈനിങ് ഹാളിൽ ആരും യൂസ് ചെയ്യാണ്ട് കിടക്കുന്ന ബാത്റൂമാണ് ഇപ്പം ഇൻ്റേക്ക് നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ ഒരു സ്പേസ്, അതിൻ്റെ ഡൈനിങ് ഹാളിൽ തന്നെ കുറച്ച് സ്പേസ് എടുത്തിട്ട് നമ്മൾ ഡ്രസ്സിങ് റൂം ആക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ ബാത്റൂമിലേക്ക് നേരെ കയറുമ്പം ഈ ഒരു ടാബിളുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മൾ വാഷ് ബേസിനും പൈപ്പും മിററൊക്കെ വെച്ചിരിക്കുന്നത്. വാഷ് ബേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഗോൾഡൻ കളറിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ബാത്റൂമിലെ ആക്സസറീസൊക്കെ ഒരു റോസ് ഗോൾഡ് തീമിലാക്കണം എന്ന്. അപ്പോൾ ഞാൻ മിറർ, പൈപ്പ്, പിന്നെ വാഷ് ബേസിനൊക്കെ ഗോൾഡൻ ആക്കിയെങ്കിലും വേറെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കണം കേട്ടോ. ചെറുത് നമുക്ക് കുറച്ച് സാധനങ്ങളെ വെക്കാൻ പറ്റുള്ളൂ, അതിൽ ലെയർ വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേതൊക്കെ ഗോൾഡൻ കളർ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കെല്ലാം ഗോൾഡൻ കളർ ആക്കണം എന്നായിരുന്നു. ഹെൽത്ത് ഫോർ സെറ്റും പിന്നെ ഈ ഒരു ഷവറിൻ്റെ കുറേ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഗോൾഡൻ കളർ ഉറപ്പിച്ച് വന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഷോപ്പത്തോർ പറഞ്ഞു അതിൽ ഏതോ ഒരു സാധനം ഓർഡർ ചെയ്യണം എന്നാലേ എത്തുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് ടൈമില്ലല്ലോ. നമ്മൾ ഈ നിക്കാഹിൻ്റെ 1-2 ആഴ്ച മുന്നെയാണ് ഈ പണികളൊക്കെ നടക്കുന്നത്. അപ്പം ഈ ഒരു സാധനം പിന്നെ കുറേ ഷോപ്പിൽ അന്വേഷിച്ചു. എല്ലാവരും പറഞ്ഞു ഈ ഒന്നാമത് റോസ് ഗോൾഡൊക്കെ ജാഗോറിലൊക്കെ വരുന്നുള്ളൂ നല്ലത്. അപ്പോൾ അത് 1 മന്ത് ബുക്കിംഗ് ടൈം ഉണ്ട്, 30 ഡേയ്സ്, എന്നാലേ സാധനം കിട്ടുള്ളൂ. 30 ഡേയ്സ് നമുക്ക് 30 ഡേയ്സ് പോയിട്ട് 2 ദിവസം പോലും വെയിറ്റ് ചെയ്യാനുള്ളൊരു ടൈമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ആ സാരല്ല പോട്ടെ, അതങ്ങോട്ട് സിൽവർ ആക്കാതെ ഞാൻ മനസ്സോടെ സമ്മതിച്ചു. എനിക്ക് നല്ല സങ്കടമായിരുന്നു അത് സിൽവർ ആക്കുന്നതിൽ. പക്ഷേ നമുക്ക് ആ ഗോൾഡും വരാൻ മാത്രമുള്ളൊരു 1 മന്തൊന്നും എന്തായാലും നമുക്ക് കാത്തുക്കാനുള്ളൊരു നേരമില്ല. ആണെങ്കിൽ ഇപ്പോഴും എൻ്റെ റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഇനി ഒരു 15 ദിവസം ബാക്കി ഉണ്ടാവും. ഇതാണ് നമ്മളെ ബാത്റൂം. വലിയ ബാത്റൂം അല്ലെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് നമ്മളുള്ളത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മൾ ഡ്രസ്സിങ് റൂം. ഇവിടെ താഴെ ഒരു മാറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങാനും ആ സംഭവത്തിനൊക്കെ. ഇനി ഫുൾ മാറ്റ് കിട്ടുമോ നോക്കണം. ലൈക്ക് ആ ഒരു ഫുൾ സ്പേസ് കവർ ചെയ്യാൻ പറ്റുന്നൊരു മാറ്റ് ഇവിടെ കണ്ട താഴെടുത്ത മാറ്റ് നല്ല വലിയ മാറ്റാണ്, അതങ്ങോട്ട് വലിപ്പം കൂടുകയും ചെയ്യും. ഇനിയാണ് നമ്മുടെ മെയിൻ താരം, എൻ്റെ വാനിറ്റി ടേബിൾ അഥവാ മേക്കപ്പ് ടേബിൾ. സത്യം പറയാമല്ലോ, പിൻട്രസ്റ്റിൽ കുറേ കാലം നോക്കി വെള്ളമിറക്കിയ ഒരു മോഡലാണ് ഇത്. നമ്മളെ നാട്ടിൽ മെയിൻലി ആ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഈ ഫർണിച്ചേഴ്സൊക്കെ കസ്റ്റമേഡാണ്.
എത്ര സ്ഥലത്ത് നോക്കിയിട്ടും എനിക്ക് ഈ ടൈപ്പ് റെഡിമെയ്ഡായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒക്കെ ഈ ഒരു 2-3 ആഴ്ച കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിപ്പിച്ച സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വാനിറ്റി ടാബിൾ. ഇതിൽ 5 ഡ്രോവേഴ്സാണ് വരുന്നത്. താഴത്തെ ഡ്രോവേഴ്സൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ അതിലെന്തൊക്കെ വെച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇതിവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫർണിച്ചേഴ്സും മരത്തിൻ്റെ മില്ലിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ചതാണ്. അതിൽ ഫസ്റ്റത്തേൽ ഞാൻ താൽക്കാലികമായിട്ട് എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴത്തേൽ പിന്നെ എൻ്റെ ജ്വല്ലറീസും പിന്ന് കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കിട്ടാനുള്ളതാണ് ഞാൻ ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത്. ഇനി അവിടേക്കൊക്കെ മാച്ച് ആവുന്ന കുറച്ചുകൂടി നല്ല ഓർഗനൈസേഴ്സൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടെ വൃത്തിക്ക് വെക്കണം. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ. ആൻഡ് ഇതിൽ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്സൊക്കെ നിരത്തി വെച്ചിരിക്കണു. കുറേ ഞാൻ യൂസ് ചെയ്യാത്ത അങ്ങനത്തെ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ എൻ്റെ കസിൻസിന് കൊടുത്തു കേട്ടോ. കുറേ അതിൽ നിന്നിപ്പം കളഞ്ഞു. ഞാനിപ്പം ഓക്കെ യൂസ് ചെയ്യാം അന്ന് കുറച്ച് തോന്നുന്ന അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ പഴയതും യൂസ് ചെയ്യാത്തൊക്കെ എൻ്റെ കസിൻസിന് കൊടുത്തു. പിന്നെ കുറച്ചൊക്കെ ഒഴിവാക്കാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒഴിവാക്കുകയും ചെയ്തു. ആൻഡ് അതിൻ്റെ അപ്പുറത്തേൽ പിന്നെ ഞാൻ ഈ സ്കിൻ കെയർ ഒരു ഭാഗത്ത് മേക്കപ്പ്, അപ്പുറത്തെ ഭാഗത്ത് സ്കിൻ കെയർ. ഇതിലൊക്കെ കുറച്ച് സ്കിൻ കെയറും മേക്കപ്പും ഇതിൽ വെക്കാത്തതൊക്കെ ഞാൻ പിന്നെ എൻ്റെ മറ്റേ അലമാരയിൽ ഒരു ഓർഗനൈസറിലാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇതൊക്കെ പിന്നെ ഡെയിലി യൂസിൻ്റെ സാധനങ്ങളാണ്. ഞാൻ മെയിൻലി ഈ ഒരു പെട്ടെന്ന് കിട്ടുന്നോടത്ത് വെക്കാലോ എന്ന് കരുതിയിട്ട് വെച്ചത്. ഇതിൽ പിന്നെ എൻ്റെ കോംബ്, കോട്ടൺ പാഡ്, അല്ലാണ്ട് മെൻസ്ട്രൽ പാഡ്, പിന്നെ ബ്രഷസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്, ടിഷ്യൂസൊക്കെയാണ് ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിലും കുറച്ച് പണികൾ ഈ എല്ലാത്തിലും കുറച്ചുകൂടെ ബാക്കിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ തലേന്നാണ് ഈ മിററൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നത്. മൊത്തം നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാനുള്ള ടൈം ഓർക്ക് കിട്ടിയിട്ടില്ല. ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല, അത്രയും തിരക്ക് പിടിച്ച പണിയായിരുന്നല്ലോ. ഇതിങ്ങനെ തന്നെ ആക്കി കിട്ടിയത് എന്തോ ഭാഗ്യം. ഇതാണ് കേട്ടോ പിന്നെ എൻ്റെ ഡ്രസ്സിങ് വാനിറ്റി ടാബിൾക്ക് ചെയ്ത ചെയറും കുഷൻ സ്റ്റൂളോ ഈ സാധനം അതും നല്ല രസമുണ്ട്. പിന്നെ ഇനി ലാസ്റ്റ് വന്നായിട്ട് ഈ ഒരു ഫുൾ മിററാണ്. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ ലിസ്റ്റിലില്ലായിരുന്നു. പിന്നെ അമ്മച്ചി വേറെ ഏതൊരു ഫോട്ടോയിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചാണ്. ഇതിൽ പകുതി മുക്കാൽ സാധനം ഞാൻ എൻ്റെ റൂം ഇത്രക്കൊന്നും ആവും എന്ന് കരുതിയിരുന്നില്ല. പിന്നെ അമ്മച്ചിയാണ് ഇത് ഓരോന്ന് അതും കൂടെ ചെയ്ത് ഈ മോഡലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മച്ചീൻ്റെ സപ്പോർട്ടും കൊണ്ടാണ് ഇത് ഉണ്ടായത്. ആൻഡ് ഇതാണ് ഫുൾ മിറർ. ഇതിലും കുറച്ച് കൊത്തുപണികളും ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഈ റൂം ഇങ്ങനെ ഉണ്ടാക്കി തരാൻ ഉമ്മച്ചിയും ഇപ്പച്ചിയും ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ലായിരുന്നു. ഓരോ സപ്പോർട്ട് കൊണ്ടും ഓരോ ഇൻഡിസ്റ്റേജൻ അങ്ങനെ ചെയ്തോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഇങ്ങനത്തെ ഒരു വാൾ ലൈറ്റ് പോലത്തെ ഈ ഒരു സാധനം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലൈറ്റ് മാത്രം ഇട്ടാൽ തന്നെ നമുക്ക് നൈറ്റൊക്കെ ചെറിയൊരു ആംബിയൻസ് ലൈറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ആംബിയൻസ് ലൈറ്റിനേക്കാളും കുറച്ചുകൂടെ പവർ ഉണ്ട് കേട്ടോ ഈ ലൈറ്റിന്. അപ്പോൾ ഈ ലൈറ്റും മറ്റേ ലൈറ്റാണ് മെയിൻലി നമ്മൾ ഫാൻസി ലൈറ്റായിട്ട് റൂമിലുള്ളത്. ഇതുപോലത്തെ ഒരു സാധനം ഡ്രസ്സിങ് റൂമൊക്കെ കൂടെ വെക്കണതിനെ പറ്റി ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഉള്ളത് സീലിങ്ങുമ്മലുള്ള 4 ലൈറ്റുമാണ് റൂമിലുള്ളത്. അത്യാവശ്യം നല്ല എന്താ പറയുക ലൈറ്റിംഗ് ഉള്ള റൂം തന്നെയാണ് ഞാനും പറയലുണ്ട്. എനിക്ക് വീഡിയോസ് എടുക്കാനുള്ളതാണ്, നല്ല ലൈറ്റിംഗ് വേണമെന്ന് ഇപ്പച്ചിനോട്. അപ്പം ഇത്രയാണ് എൻ്റെ റൂം ടൂറ്. എങ്ങനെയുണ്ട് എൻ്റെ റൂം, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് പറയണം. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് റൂം ടൂർ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും. അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഇനി ഇൻഷാല്ലാ നമുക്ക് ഈ പുതിയ റൂമിൽ നിന്ന് കുറേ അടിപൊളി വീഡിയോസും ഗെറ്റ് റെഡി വിത്ത് മീസൊക്കെ എടുക്കണം. ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ സെറ്റപ്പ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൊരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.